അജ്ഞത കൊണ്ടും അലസത കൊണ്ടും ജീവിതം കൈമോശം വന്ന ശോഭനകുമാരിയും സജീന്ദ്രനും, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും നേർചിത്രമായ സജു. ഇവരുടെ മൂന്നുപേരുടെയും ജീവിത കഥയിലേക്കാണ് ജീവിതം സാക്ഷി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. താളം തെറ്റിപ്പോയ ഒരു ശോകഗാനം പോലെയാണ് ശോഭനകുമാരിയുടെ ജീവിതം. കണ്ണീരും തേങ്ങലുകളുമല്ലാതെ ആഹ്ലാദത്തിന്റെ ആരവങ്ങൾ ആ ജീവിതത്തിൽ അപൂർവമായിരുന്നു. ശോഭന സങ്കടങ്ങളുടെ പുഴ നീന്താൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും ഇന്നോളം കരപറ്റിയിട്ടില്ല. ആദ്യം പ്രണയിച്ച പുരുഷൻ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് നിഷ്കരുണം ഉപേക്ഷിച്ചു. നിയമപരമായി വിവാഹം കഴിച്ച രണ്ടാമത്തെ പുരുഷനോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം പുലർത്താൻ സാധിച്ചതുമില്ല. ഒടുവിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും ദൂതനായി എത്തിയ മൂന്നാമത്തെ പുരുഷനാണ് ശോഭനകുമാരിക്ക് കുറച്ചെങ്കിലും സന്തോഷവും സമാധാനവും സമ്മാനിച്ചത്. നിറപുഞ്ചിരിയോടെ ജീവിത ദുഃഖങ്ങളെ നേരിടുന്ന ശോഭനകുമാരിയുടെ അനുഭവ കഥകളിലൂടെ ജീവിതം സാക്ഷി. നമുക്ക് ശോഭനയെ സ്വാഗതം ചെയ്യാം. വരൂ ശോഭനെ. വീട് എവിടെയാ? ഇപ്പൊ താമസിക്കുന്ന കുഴുമാവ്. എവിടെയാ? കുഴുമാവ്, മുണ്ടക്കയം. എവിടെയാ? മുണ്ടക്കയം. ഓ, അവിടെ നിന്ന് വന്നിരിക്കുകയാണല്ലേ. അത് ശരി. ആര് വന്നിട്ടുണ്ട് കൂടെ? ഭർത്താവും ഉണ്ട്, ആങ്ങളെയുണ്ട്. ആങ്ങളെയുണ്ട്. എന്താ ജോലി ചെയ്യുന്നുണ്ടോ? കൂലിപ്പണിയാ. കൂലിപ്പണിയാണല്ലേ. അത് ശരി. എത്ര രൂപ കിട്ടും ഒരു ദിവസം? 600 രൂപ വെച്ച് കിട്ടും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ആ പണിക്ക് തന്നെയാണ് പോകുന്നത്. ആ പണിക്ക് തന്നെയാണ് പോകുന്നല്ലേ. ആ, ഞങ്ങൾ രണ്ടു ഒരു സ്ഥലത്താണ് പോകുന്നത്. അത് ശരി. ഇപ്പോൾ ശോഭനയിലൂടെ വന്നിരിക്കുന്ന മക്കള് അത് ആദ്യ മക്കളായത് നിങ്ങളുടെ തന്നെ? ആ, ഇളയത് സജീന്ദ്രൻ്റെ. ഇളയത് സജീന്ദ്രൻ്റെ. മൂത്തതോ? മൂത്തത് വേറെ കെട്ടിച്ചായിരുന്നു തന്നെ. സജീന്ദ്രൻ ആരാണ്? ആദ്യം കെട്ടിയത്. ആദ്യം കെട്ടിയ ആള്. ആ, അയാൾക്ക് എത്ര മക്കളുണ്ട്? സജീന്ദ്രൻ്റെ ഒന്നേ ഉള്ളൂ. സജീന്ദ്രൻ ഒന്നേ ഉള്ളൂ. ഒരു കൊച്ചേ ഉള്ളൂ. അതിന് മൂത്ത് ഉള്ളവർ ആരുടെയാ? ആദ്യം ഒന്ന് കെട്ടിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ കെട്ടിച്ചത് മൂന്നാമത്തെയാ അല്ലേ? ഏറ്റവും മൂത്ത കൊച്ചിൻ്റെ അച്ഛനെ എന്തിനാ പിരിഞ്ഞത്? അതൊന്നും പിന്നെ പണിക്കൊന്നും ഇതുപോലെ പോകത്തുമില്ലായിരുന്നു. അസുഖക്കാരനായിരുന്നു. എന്ത് അസുഖമായിരുന്നു? ശ്വാസം മുട്ടലായിരുന്നു. ശ്വാസം മുട്ടലും വലിവും ഒക്കെ ആയിരുന്നു. അത് കാരണം പണിക്ക് പോയില്ല. എത്ര കൊല്ലം അവരോട് ജീവിച്ചു? അത് ഒരു 2 കൊല്ലം താമസിച്ചു. 2 കൊല്ലം. ശ്വാസം മുട്ടലും പനിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ വിട്ടിട്ട് വന്നോ? വിട്ടിട്ട് വന്നതല്ലേ, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഒരു കുട്ടിക്ക് പിരിയുമ്പോൾ എത്ര വയസ്സാണ്? 2 വയസ്സ്. ഏത് മൂത്ത കൊച്ചിന്? ആ, അപ്പോൾ ഇളയ കൊച്ചോ? ഇളയന് ഇപ്പം 15 വയസ്സുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭർത്താവിനൊരു കൊച്ച്, രണ്ടാമത്തെ ഭർത്താവിനൊരു കൊച്ച് അല്ലേ? ശശീന്ദ്രനെ എന്തിനാ പിരിഞ്ഞത്? സജീന്ദ്രൻ പണിക്ക് പോകത്തില്ല, വീടേ നോക്കത്തില്ല. ഞാൻ പണിക്ക് പോയി വേണം ഇവരെ നോക്കാൻ. അപ്പോൾ നിങ്ങളാണ് വേണ്ടെന്ന് വെച്ചത് അല്ലേ? ഞാനാ വേണ്ടെന്ന്. അത് ആ വിവാഹം നിയമപരമായിട്ടുള്ള ഒരു വിവാഹമായിരുന്നോ? ആ, ആയിരുന്നു. പിന്നെ അമ്പലത്തിൽ വെച്ച് കെട്ടാന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അവർക്ക് സമുദായം ഇല്ലാത്തതുകൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് എൻ്റെ ഒരു അമ്മാവനെ പിന്നെ അവിടെ താലി പൂജിച്ച് അവരുടെ വീട്ടിൽ തന്നെ വെച്ച് കെട്ടിയത്. അത് നിയമപരമായിട്ടുള്ളൊരു വിവാഹം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ കഴിയുന്നതോ? ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അന്നേരം പിന്നെ ഇങ്ങനെ കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വന്ന ചെറുക്കൻ നേരത്തെ കല്യാണം പറഞ്ഞായിരുന്നു. ഇത് ശശീന്ദ്രനെ വേർപിരിഞ്ഞിട്ടാണോ ഇത് പോയത്? അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കമ്പനിയിൽ പോയി ജീവിച്ചാൽ ഇനി വരുന്നില്ലെന്ന് പറഞ്ഞു. പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് വെറുക്കാൻ എന്താ കാര്യം? പുള്ളി ഒന്നാമത്തെ കാര്യം, പുള്ളി എൻ്റെ ആങ്ങളെ പണി പിടിച്ചാലും പണിക്ക് പോകുകയല്ല. എത്ര സ്ഥലത്ത് പണി പിടിച്ചു. കടയിൽ പണിയാ പുള്ളിക്ക്. പുള്ളി കടയിൽ പണി പോകുകയല്ല. എന്ത് ചെയ്താൽ പോകുകയല്ല. കുളിക്കത്തുമില്ല, ഒന്നുമില്ല. പിന്നെ പുള്ളി ആദ്യം ഒന്ന് പിന്നെ കെട്ടിയതായിരുന്നു. അത് ഞങ്ങളോട് പറഞ്ഞൊന്നുമില്ലായിരുന്നു. ആദ്യം ഒരു കല്യാണം കഴിച്ച ആളായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അറിഞ്ഞത്. അറിഞ്ഞു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെ പുള്ളിയുടെ അച്ഛന് അസുഖം കൂടി കഴിഞ്ഞിട്ടുണ്ടെ പുള്ളി എന്നെ ഒന്ന് കണ്ടത് തന്നെ പുള്ളിയുടെ അച്ഛനെ നോക്കണമായിരുന്നു. പുള്ളിയുടെ അച്ഛൻ തീർത്തും വയ്യാതെ കിടക്കുമായിരുന്നു. ഇവർ വീട്ടിൽ കയറി 3-4 പ്രാവശ്യം കയറി ഇറങ്ങി വന്ന് ഈ കല്യാണം തന്നെ മതി എന്ന് പറഞ്ഞു. എനിക്ക് സമ്മതമില്ലായിരുന്നു അന്നും. ഞാൻ പറയാം എനിക്ക് ഇഷ്ടമില്ല, വേണം. പുള്ളി സമ്മതിക്കല്ല. പുള്ളി 3-4 പ്രാവശ്യം പുള്ളി വീട്ടിൽ കയറി ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടല്ലേ? ആ,
ആ കുട്ടിയുടെ അച്ഛനാരാ? അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മുട്ടപ്പുള്ള. അതും നിയമപരമായിട്ടുള്ള കല്യാണമാണോ? അല്ല, പിന്നെ ഞങ്ങൾ സ്നേഹിച്ചു പോയതായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അത് സ്നേഹിച്ചുണ്ടായ കൊച്ചാണ്. ആ, സ്നേഹിച്ചുണ്ടായിരുന്നു. ആ പുള്ളി പിന്നെ പണിക്കൊന്നും പോകത്തില്ല. ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എങ്ങനെയാലും പിടിച്ച് നിൽക്കാന്നുണ്ടായിരുന്നു. പുള്ളി അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു അത് ആദ്യത്തെ? അയാളുടെ പേരെന്താ? അത് പിന്നെ സുരേഷന് കല്യാണം കഴിച്ചത് പോലെ ബന്ധമുള്ളത് വീട്ടുകാർക്കൊക്കെ അറിയുമായിരുന്നോ? ആ, വീട്ടുകാർക്ക് അറിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ല? കല്യാണം കഴിച്ചില്ല. പുള്ളി പറഞ്ഞ കല്യാണമൊന്നും കഴിക്കാണ്ട്, പിന്നെ കല്യാണം കഴിച്ചാൽ നിയമപരമായി നമ്മളല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ഒരുങ്ങിയില്ല. അയാൾ ഒരുങ്ങിയില്ല. വീട്ടുകാരോടും പറഞ്ഞു? അത് തന്നെ പറഞ്ഞു. ആ. അപ്പോൾ എത്ര കാലം അയാളുമായിട്ട് കഴിഞ്ഞു? ഒരു 3 വർഷം. 3 വർഷം കഴിഞ്ഞു. അതിലൊരു കൊച്ചുണ്ട്. അപ്പോൾ രണ്ടാമത് ശശീന്ദ്രനെ കല്യാണം കഴിക്കുമ്പോൾ ആ കൊച്ചുമായിട്ടാണ് അയാൾ കല്യാണം കഴിച്ചത്. 3 വയസ്സുണ്ട്. 3 വയസ്സാകുന്നതേ ഉള്ളായിരുന്നു മൂത്തേന്. ശരി. അപ്പോൾ അവരുടെ ഭാര്യ എവിടെയായിരുന്നു? ശശീന്ദ്രൻ്റെ ഭാര്യ എവിടെയായിരുന്നു? അത് നമുക്കറിയത്തില്ല. നമ്മളൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ആ സ്ത്രീ വന്നിട്ടേ അല്ലേ നിങ്ങളുടെ ജീവിതത്തിലോട്ട്? വന്നിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. ആ സ്ത്രീക്ക് പിള്ളേരുണ്ടോ? പിള്ളേരും ഇല്ലെന്ന്. അത് ശരി. അതൊരു ബന്ധം അങ്ങനെ പോയത്. അപ്പോൾ നിങ്ങളെ ആയിരുന്നു ഭാര്യയായിട്ട് കൊണ്ടു നടന്നത്. ഇപ്പോൾ ഉള്ള ഹസ്ബൻഡിൻ്റെ പേരെന്താ? സജു. എല്ലാം സാണല്ലേ? ശശീന്ദ്രൻ, സജു. എനിക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് കുഴപ്പമായിരിക്കും? ഇയാൾ സന്തോഷമായിട്ട് വെച്ചിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. നല്ല ആളാണോ? ഒരു കുഴപ്പമില്ല. നല്ലപോലെ അന്വേഷിക്കുകയും ചെയ്യും. പിള്ളേരെ രണ്ടുപേരും നല്ല ഇതായിട്ട് നോക്കും. അവനവന്റെ മക്കളെ പോലെ തന്നെ നോക്കും. അത് വലിയൊരു കാര്യമല്ലേ? വലിയ മനസ്സുള്ള ഒരാളാണ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും പണിക്ക് പോകുന്നു. 2 പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനം അന്നേരം മേടിച്ചോണ്ട് വന്ന് കൊടുക്കുകയും കാര്യങ്ങളെല്ലാം. അതിനെ 10ൽ എഴുതിക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ എന്ത് ചെയ്താൽ പോവുകയല്ല. തോറ്റെന്നും പറഞ്ഞു വേണ്ട, അച്ചാച്ചൻ അത് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു വേണ്ടെന്നും പറഞ്ഞു. പിള്ളേർക്കും വലിയ കാര്യമാണ്. ചെമ്മീൻ കമ്പനിയിൽ എത്ര കാലം ജോലി ചെയ്തു? അതും പിന്നെ മൂത്ത കൊച്ചിന് 1 വയസ്സായപ്പോൾ കമ്പനിയിൽ പോയി. കല്യാണം വേണം പറയാൻ കമ്പനിയിൽ അങ്ങ് പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്രോക്കർകാർ കൊണ്ടുവന്നതായിരുന്നു സജീന്ദ്രനെ. അങ്ങനെ വന്നു. പിന്നെ അങ്ങനെ കെട്ടിച്ച് വിട്ട് ഇളയതായപ്പോഴത്തേന് പിന്നെ ഒന്നുകൂടെ കമ്പനിയിൽ പോയി. വേണ്ടെന്നും പറഞ്ഞ് പിന്നെയും പോയി. പിന്നെ അപ്പോൾ അങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു. അവിടെ എന്തിനാ പിന്നെ തിരിച്ചു വന്നത് ചെമ്മീൻ കമ്പനിയിൽ നിന്ന്? അത് 1 വർഷത്തിൽ 1 പ്രാവശ്യം വരാമല്ലോ. 1 പ്രാവശ്യത്തിൽ വരും. വന്ന് കൊച്ചിന് പൈസ കൊടുത്ത് കൊച്ചിനെയൊക്കെ നോക്കിയിട്ട് അങ്ങ് പോകും. എൻ്റെ അമ്മയായിരുന്നു പ്രസവത്തിന് എന്നെ ആശുപത്രി കൊണ്ട് സജീന്ദ്രൻ്റെ കൊച്ചിനെ പ്രസവിച്ച് ആശുപത്രി കിടക്കുമ്പോഴത്തേന് ഒരു 5 പൈസ ഓപ്പറേഷൻ ചെയ്തിട്ടേക്കുക. 5 പൈസ അമ്മ കടയ്ക്ക് ഇറങ്ങിച്ചെനിക്ക് വെള്ളം മേടിച്ച് തരാനായിട്ട് അവിടെ ചായക്കട വന്നപ്പോഴത്തേനും പുള്ളി അപ്പവും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ഞാൻ പ്രസവിച്ച് കിടന്നിട്ട് എനിക്ക് 1 ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു. പുള്ളിയുടെ പൈസ ഇല്ല. എൻ്റെ ആങ്ങളെ ചെയിനും മോതിരം എല്ലാം പണയം വെച്ചിട്ട് നിൽക്കുന്ന ഇപ്പം എന്നെ കൊണ്ട് ആശുപത്രിയിൽ പോയത്. പിള്ളേർ രണ്ടിനും എൻ്റെ ആങ്ങളെ എൻ്റെ അമ്മയെ നോക്കിയേക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? അത് വീട്ടിൽ വന്ന് നേരത്തെ ഒരു കല്യാണം പറഞ്ഞായിരുന്നു. എൻ്റെ ആങ്ങളോട് വന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറയും എന്നെ തന്നെ ഈ പുള്ളി സ്നേഹിച്ച് എനിക്കറിയത്തില്ലായിരുന്നു. അയാൾക്ക് അടുപ്പം ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കിഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിയെ വഴക്കൊക്കെ പറഞ്ഞായിരുന്നു. അന്നേരം എൻ്റെ ആങ്ങളെ എടുത്ത് പറഞ്ഞു. ആങ്ങളെ പറഞ്ഞ് അവളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവളുടെ കാര്യം കൊണ്ട് അറിയാൻ പറ്റത്തില്ല, ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കെട്ടിച്ച് നില പിടിച്ചോണ്ട് പോകാന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്നേരം ആങ്ങള് പറഞ്ഞ് എനിക്ക് കൈ പിടിച്ചാൽ നടക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൈ പിടിച്ച് കൊടുത്തല്ല. നിയമപരമല്ല നിങ്ങളുടെ കല്യാണം ഇപ്പോ അല്ലേ? എന്റെ കാലം കഴിഞ്ഞാലും ചേച്ചി നോക്കിക്കോണെന്ന് എൻ്റെ ആങ്ങളെ പറഞ്ഞു. 2 പിള്ളേര് ഇയാളാണ് നോക്കുന്നത്. അത് വലിയ കാര്യമല്ലേ? പക്ഷെ നിയമപരമായിട്ട് അയാളുടെ കുട്ടികളല്ല. ആരുടെ ഇൻഷ്യലാണ് ഇടുന്നത് പിള്ളേർക്ക്? സജീന്ദ്രന്റെ അഡ്രസ്സിലായിരുന്നു പിള്ളേരുടെ ഇതെല്ലാം പോയത് പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ. ആ അഡ്രസ്സ് തന്നെ ഇപ്പോഴും കിടക്കുന്നേ. ഇപ്പൊ പിള്ളേർ പ്രായപൂർത്തിയായി പിന്നെ ഞാൻ എൻ്റെ അഡ്രസ്സിലോട്ട് അങ്ങാക്കി. പാനലിന്റെ അഭിപ്രായം നമുക്ക് ഒന്ന് ചോദിക്കാം. ഇവരെന്താ പറയുന്നതെന്ന് നിങ്ങൾ പറയും. ഇവരെന്താ ചെയ്യേണ്ടത്? വളരെ വിഷമം നിറഞ്ഞൊരു ജീവിതത്തിലൂടെയാണ് ശോഭനകുമാരി കടന്നു വന്നിട്ടുള്ളത്. ആദ്യത്തെ പുരുഷനിൽ നിന്ന് വിവാഹബന്ധമില്ലാതെ, നിയമാസമുള്ള വിവാഹബന്ധമില്ലാതെ ഒരു കുട്ടിയുണ്ടായി. രണ്ടാമത് സാമുദായിക ആചാരപ്രകാരം സജീന്ദ്രനുമായിട്ടുള്ള 2ാമത്തെ പുരുഷനുമായിട്ടുള്ള വിവാഹം നടന്നു. അതിലൊരു കുട്ടിയുണ്ട് അല്ലേ? മൂന്നാമത് ഒരു പുരുഷനുമായിട്ടാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. ഏതായാലും അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പുരുഷൻ ആദ്യത്തെ 2 പുരുഷന്മാരിൽ നിന്നുമുള്ള
മൂന്നാമത്തെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എൻ്റെ കഷ്ടപ്പാടും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം കണ്ട് പുള്ളി ഏറ്റെടുത്താണ്. ഓ, രണ്ടാമത്തെ പുരുഷനുമായിട്ട് നമ്മുടെ സാമുദായിക ആചാരപ്രകാരം സജീന്ദ്രനുമായിട്ടുള്ള വിവാഹം നടന്ന സ്ഥിതിക്ക് ആ വിവാഹബന്ധം മോചനം നേടിയിട്ട് മാത്രമേ മൂന്നാമത്തെ പുരുഷനുമായിട്ടുള്ള വിവാഹം നിയമാനുസൃതമായിട്ട് അംഗീകരിക്കാനായിട്ട് നിയമത്തിനും സമുദായത്തിനും സാധിക്കുകയുള്ളൂ. വിവാഹമോചനം ആവശ്യം തന്നെയാണ്. പിന്നീട് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രശ്നമാണ്. കുട്ടികൾ നിങ്ങളുടെ കുട്ടികളാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൂടെ താമസിക്കുന്ന മൂന്നാമത്തെ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷൻ്റെ അംഗീകാരമില്ല. അത് ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് അനുസരിച്ച് കോടതിയെ സമീപിച്ചിട്ട് ആ കുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്കായിട്ട് നിങ്ങളുടെ മാതൃപിതൃത്വം ഉറപ്പിക്കാനായിട്ടുള്ള നടപടികൾ എടുക്കുന്നത് കുട്ടികളുടെ ഭാവിക്ക് നല്ലതായിരിക്കും. എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്? 3. ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തിയതിന് ശേഷമാണോ രണ്ടാമത്തെ വിവാഹബന്ധത്തിലേക്ക് പോയത്? ഇല്ല, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ സ്നേഹിച്ചു പോയായിരുന്നു ആദ്യത്തെ. അപ്പൊ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന സജീന്ദ്രനെയാണോ? അത് മതാചാരപ്രകാരം നടത്തിയാണല്ലോ. അതെ, എൻ്റെ ആങ്ങളെ ഒന്നല്ല. ആ വിവാഹബന്ധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു ബന്ധത്തിലേക്ക് പോയത്. അത് രേഖാമൂലം വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഈ സജീവമായിട്ട് രേഖാമൂലം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പം അങ്ങനെ വിവാഹബന്ധം കഴിക്കണം, അത് വേർപെടുത്തിയിട്ട് വേണം എന്ന് തോന്നിയിരുന്നോ? ഇല്ല, എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചു. രേഖാമൂലം മതാചാരപ്രകാരം രജിസ്റ്റർ ചെയ്തൊരു മാരേജ് ഉണ്ടെങ്കിൽ ആ മാരേജ് വിവാഹം നിലനിൽക്കുമ്പം മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാനാവില്ല. അത് നിയമപ്രകാരം കുറ്റകരമാണ്. അത് അറിവില്ലായിരുന്നു അല്ലേ? ഇല്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇപ്പം സജുവിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുകയാണല്ലോ. ഒട്ട് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന സമ്പ്രദായത്തിൽ വിവാഹമെന്ന് കരുതാം. പക്ഷേ ആ നേരത്തെയുള്ള വിവാഹബന്ധം വേർപെടുത്തിയെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ജീവിതത്തിന് സാധ്യതയുള്ളൂ, നിയമസാധ്യതയുള്ളൂ. അത് ചെയ്യണം. പിന്നെ കുട്ടികളുടെ കാര്യം പറയാം. ആദ്യത്തെ വിവാഹത്തിൻ്റെ ഒരു കുട്ടിയുണ്ട് അല്ലേ? ആദ്യം സുരേഷുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേരെന്താ? സനൽകുമാർ. അതിന് ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരാരാ വെച്ചിരിക്കുന്നത്? സുരേഷ് എന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ലില്ല. അമ്മയുടെ പേരിലാണ്. അല്ല, സജീന്ദ്രന്റെ പേര് തന്നെയാവും ചേർത്തതും സ്കൂളിൽ ചേർത്തതും. സുരേഷിന്റെ കുട്ടിയെ സജീന്ദ്രനായ അച്ഛന്റെ പേരിലാണ് ചേർത്തിരിക്കുന്നത്. അതിന് സജീന്ദ്രൻ സമ്മതമായിരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെയോ? അതും അത് തന്നെ. ആ കുട്ടിയുടെ പേരെന്താ? സതീഷ് കുമാർ. ആ കുട്ടിയുടെ അച്ഛനായിട്ട് സജീന്ദ്രൻ തന്നെയാണ്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ആ കുട്ടികളിപ്പം സജുവിൻ്റെ കൂടെ ജീവിക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ഇപ്പം നിലവിലുള്ള വിവാഹബന്ധം വേർപെടുത്തണം. നിങ്ങൾക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ സ്ഥിതിക്ക് എത്ര വർഷമായി ഇപ്പോൾ സജുവിൻ്റെ കൂടെ ജീവിക്കുന്നു? 15 വർഷമായി. 15 വർഷമായി. അപ്പോൾ അതൊരു വിവാഹബന്ധത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമായി. അത് പക്ഷേ നേരത്തെയുള്ള വിവാഹം നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പുനർവിവാഹം ചെയ്യുന്നതിന് പറ്റില്ല. പുനർവിവാഹം ചെയ്ത് സജുവിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളുടെയും സജുവിൻ്റെയും ജീവിതത്തിനും സുരക്ഷിതത്വം. അതാണ് ചെയ്യേണ്ടത്. നിയമപ്രകാരം അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. ശോഭനകുമാരിയുടെ ജീവിതകഥ ഇവിടെ വിവരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 പുരുഷന്മാരോടൊപ്പം വിവാഹ ജീവിതം നയിച്ച ഒരു ജീവിത പശ്ചാത്തലമാണുള്ളത്. ഈ 3 പുരുഷന്മാരോടൊപ്പം ജീവിച്ച സമയത്ത് തന്നെയും ആദ്യത്തെ പുരുഷനിലെ ഒരു കുട്ടി, രണ്ടാമത്തെ പുരുഷനിലെ ഒരു കുട്ടി, ഈ 2 പേരെയും മൂന്നാമത് വന്നയാൾ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു അല്ലേ? ഈ കുട്ടികൾക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് മൂന്നാമത്തെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്? മൂന്നാമത്തെ ഭർത്താവോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇളയ കൊച്ചിന് 1 വയസ്സിന് ചോറ് കൊടുക്കാൻ പോകാൻ നേരം മൂന്നാമത്തെ ഭർത്താവും കൂടെ കൂടിയാണ് വരുന്നത്. എൻ്റെ ആങ്ങളെയും എൻ്റെ അമ്മയും എല്ലാം കൂടെ താമസിച്ചിട്ടുണ്ട്. മൂത്ത കുട്ടിയെ പിന്നെ 3 വയസ്സായി. 3 വയസ്സ്. അപ്പം ഈ 2 കുട്ടികൾക്കും മൂന്നാമത്തെ ആളിനെ അച്ഛൻ എന്ന് തന്നെ വിളിക്കാനുള്ള പ്രായമേ ആയിട്ടുള്ളൂ അല്ലേ? ഈ ഒരാളിനെ ചൂണ്ടിക്കാട്ടി കൊടുത്ത് ഇത് മോൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ആയിട്ട് അംഗീകരിച്ച് സ്വീകരിക്കാവുന്ന ഒരു വളർച്ചയെ ആ കുട്ടികളുടെ മാനസികമായിട്ടുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ മൂന്നാമത്തെ ആളിനെ അച്ഛനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹവും ഈ കുട്ടികളെ സ്വന്തം മക്കളായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതൊരു വളരെ ഭാഗ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വരുമ്പോൾ ഇതെൻ്റെ അച്ഛനല്ല എന്ന് അവർക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ അത് പിന്നെ പ്രശ്നങ്ങളുണ്ടാകും. വളരെ യങ് ഏജിൽ തന്നെ കുട്ടികൾ ഇദ്ദേഹത്തിനെ അച്ഛനായിട്ട് അംഗീകരിച്ചതുകൊണ്ട് വളരെ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇപ്പം തന്നെ 15 വർഷത്തോളമായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ശരിക്കും ആദ്യത്തെ ഭർത്താവ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഭർത്താവൊക്കെ ജോലിക്ക് പോകുന്നില്ല, വരുമാനം കൊണ്ടുവരുന്നില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു വലിയ കഷ്ടതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും പങ്കുവെച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പങ്കുവെച്ച് ജീവിതം മടുത്തു കഴിഞ്ഞ പിന്നെ 2 വർഷം കമ്പനി പോയി കഴിഞ്ഞാൽ
ഇപ്പൊ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉടുപ്പ് മാറുന്ന കൂട്ട് മാറി മാറി കൊണ്ടുപോകാതെ അല്ലെങ്കിൽ നമുക്ക് പൊരുത്തപ്പെട്ട് നമ്മൾ ഞാൻ അന്നും കഷ്ടപ്പെടുന്നു ഇന്നും കഷ്ടപ്പെടുന്നു. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജീവിതം കൊടുക്കേണ്ട ബാധ്യത ശോഭനയ്ക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ശോഭനയുടെ വേർഷൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി സജീന്ദ്രൻ്റെ വേർഷനും കൂടെ കേട്ടിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾ ശോഭനകുമാരിയുടെ കഥ കേട്ടു, അദാലത്ത് പറഞ്ഞതും കേട്ടു. ഇപ്പോൾ സജീന്ദ്രന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. വരൂ സജീന്ദ്രൻ, വരൂ. സജീന്ദ്രൻ ഒരു ചാനലിലാണ് ജോലി ചെയ്യുന്നത്. അതെ, ചാനൽ. ആ, വലിയൊരാളാണല്ലോ. പക്ഷേ ജോലിക്കൊന്നും പോയില്ലെന്നാണല്ലോ ശോഭനകുമാരി പറഞ്ഞത്. ജോലിക്ക് പോകുന്നുണ്ട്. അന്ന് തുച്ഛമായ ശമ്പളമേ എനിക്ക് അവിടെ കിട്ടുന്നുള്ളായിരുന്നു. അന്ന് ബദനി ആശ്രമത്തിലായിരുന്നു പണി, പെരുന്നാട്. അതാണ് മുഖ്യ കാരണം. 1500 രൂപ ശമ്പളമേ അവിടെ കിട്ടുന്നുള്ളായിരുന്നു. അത് എത്ര കൊല്ലം മുമ്പായിരുന്നു? അതിപ്പം 8-10 കൊല്ലം മുമ്പായിരുന്നു. ഒരു കുട്ടിയുമായിട്ട് ശോഭനകുമാരിയെ സ്വീകരിക്കാൻ എന്തായിരുന്നു കാരണം? അത്ര ഇഷ്ടമായിരുന്നോ? അല്ല, അച്ഛന് സുഖമില്ലാതെ ഒന്ന് ഇല്ലാതിരിക്കായിരുന്നു. അച്ഛൻ്റെ നിർബന്ധത്തിൻ്റെ പേരിലാണ് കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഓ, ഇവരെ കല്യാണം കഴിക്കണം നിർബന്ധിച്ചു? അതെ. അതെങ്ങനെ 2 പിള്ളേരായിട്ടുള്ളൊരു ഒരാളെ ഒരു കൊച്ചുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ സ്വീകരിച്ചതാണ്. അപ്പൊ അച്ഛൻ നിർബന്ധിച്ചോ? നിർബന്ധിച്ചു. അതിനു മുമ്പ് സജി ഒരു കല്യാണം കഴിച്ചിരുന്നോ? അതെ, അത് കഴിച്ചിരുന്നു. അത് എത്ര കൊല്ലത്തിന് മുമ്പായിരുന്നു? അതാ കഴിച്ചിട്ട് അന്നേരം നാളെ 1 വർഷമായുള്ളായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ആ ഭാര്യ പോവാൻ കാരണം എന്തായിരുന്നു? എന്താണെന്നറിയത്തില്ല, അവരുടെ തള്ള വന്ന് കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. ബന്ധം ഒഴിവായെന്നും ഒരു സ്ത്രീയെ അവരുടെ അമ്മ വന്ന് വിളിച്ചോണ്ട് പോവും? അതെ, എൻ്റെ അവിടെ നിർത്തുന്നില്ല. ഞാൻ അവരുടെ കൂടെ പോയി നിൽക്കണമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. അപ്പോൾ എനിക്ക് അച്ഛനെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ പോകാൻ തയ്യാറല്ലായിരുന്നു. അതാണ് മുഖ്യ കാരണം. അന്നേരം തന്നെ അവർ ചാകുന്നൊരു പേപ്പർ തന്നിട്ട് അന്നേരം ഒപ്പിട്ടു. ഇതാ പിരിഞ്ഞെന്നും പറഞ്ഞൊരു പേപ്പർ തന്നിട്ട് ഒപ്പിട്ട് കൊടുത്തു. ആദ്യത്തെ വിവാഹം നിയമപരമായിരുന്നോ? അത് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അപ്പോൾ രജിസ്റ്റർ മാരേജ് ആയിരുന്നു ആദ്യ വിവാഹം. പിന്നെ അവർ പോകുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് പോയി. അതെ, എൻ്റെ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എൻ്റെ സന്തുഷ്ട പ്രകാരം വീട്ടിൽ പോകുന്നു പറഞ്ഞ് പോവായിരുന്നു. പക്ഷെ നിയമപരമായിട്ട് വേർപെടുത്തിയിട്ടില്ല. ഇല്ല. ഇല്ല. അന്നേരം തന്നെ ഞാൻ ശാഖയെ വിളിച്ച് അറിയിച്ചു, എൻ്റെ പോലെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ കൂടെ ഈ ഭാര്യ എന്ന് പറഞ്ഞ ആള് പോയി. അന്നേരം തന്നെ അവിടെ തന്നെ ഒരു കത്ത് കൊടുത്തു. അന്നേരം പറഞ്ഞു അവരെല്ലാം വിളിക്കുകയൊക്കെ അവർ ചെയ്തിരുന്നു. വിളിച്ച് അവരുടെ സമ്മതം ചോദിച്ചു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? അവർക്ക് പിറങ്ങി പോയതിൽ ഈ കുട്ടിയുടെ ഭർത്താവ് അവിടെ എത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് കുട്ടി ഇങ്ങ് പോകുന്നത്. അവരോട് ഇന്ന പോലെ പറഞ്ഞിട്ട് വെക്കുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ശോഭനകുമാരിയെ തന്നെ വേണം നിർബന്ധം കാണിച്ചല്ലോ, അതെന്താ കാര്യം? അത് ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം, അച്ഛനെ നോക്കാൻ ഒരാൾ വേണമായിരുന്നു വീട്ടിൽ. അച്ഛനെ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. അച്ഛന് വലുവിൻ്റെ ഒക്കെ അസുഖമുണ്ട്. സജീന്ദ്രൻ കുളിക്കുകയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ പരാതിയാണല്ലോ, അതെന്താ? കുളിക്കും. എന്ന് രാവിലെയും വൈകിട്ടും കുളിച്ചിട്ടേ ഞാൻ ജോലിക്ക് എന്താ പറഞ്ഞത്? കുളിക്കില്ല. ശോഭനയല്ലേ പറഞ്ഞ കുളിക്കില്ലെന്ന്? കുളിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ കുളിക്കുന്ന പറഞ്ഞ് വഴക്കുണ്ടാക്കിയാലേ കുളിക്കുള്ളായിരുന്നു. ആണോ? കൊച്ചു കുട്ടികളെ പോലെ? കുളിക്കത്തൊന്നുമില്ലായിരുന്നു, ഒരു വൃത്തിയും പിന്നെ ഇല്ല. എൻ്റെ കൂടെ വന്നപ്പോൾ ഇത്ര ചൂടിതായത്. ഓ, വൃത്തിയൊക്കെ ആക്കി ശരിയാക്കി കുളിപ്പിച്ചെടുത്തു. എന്തായാലും ആഹാരത്തിനുള്ള വകയൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞല്ലോ. അത് തെറ്റാ. എന്നാലും എൻ്റെ കൂടെ പിരിഞ്ഞു പോകുന്നതിൻ്റെ അന്ന് വരെ എൻ്റെ കൈ കിടന്ന മോതിരം 1500 രൂപ മേടിച്ചോണ്ട വ്യക്തിയാണ് ആയിരിക്കുന്നത്. ആണോ ശോഭനെ? വിറ്റിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. കൊച്ചാശുപത്രിയിലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും മേടിച്ചിട്ടില്ല. പുള്ളി പണിക്കും പോകത്തില്ല. എൻ്റെ ആങ്ങളെ പറയും, ഇപ്പം സർവ്വ കേസിട്ടും ആങ്ങളെ പറയും, പുള്ളി പണിക്ക് കൊണ്ട് എൻ്റെ ആങ്ങളെ കൊണ്ടാക്കിയിട്ട് പോലും പുള്ളി പണിയത്തില്ല. ആ ബദനിയാശ്രമത്തിൽ പോയേ പിന്നെ പുള്ളി അന്നൊരു 3-4 മാസം പണിതിട്ടുണ്ട്.
അല്ലാതെ പണിക്ക് പോയിട്ടേ ഇല്ല. ഈ രണ്ടാമത്തെ കുട്ടി ശശീന്ദ്രൻ്റെ ആണോ? അല്ല. അവർ നിങ്ങളുടെ ആണെന്നാണല്ലോ പറയുന്നത്. അല്ലല്ല. അതെങ്ങനെ പറയുന്നു അല്ലെന്ന് പറയാൻ കാരണം? പറയാൻ കാരണം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് 1 മാസം ഗർഭിണിയായിരുന്നു. 1 മാസം അതൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ഇല്ലായിരുന്നു. ശോഭനെ അങ്ങനെയായിരുന്നോ? ഇല്ലില്ല. അവരോട് ചോദിക്കും അങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് 2 മാസം ആയ പിന്നെ ആയത്, ഗർഭിണിയായത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ എന്താ മറ്റേ ഒരു പറയുന്നത് നിങ്ങളുടെ അയാളുടെ കൊച്ചല്ലെന്നാണല്ലോ പറയുന്നത്. ഇല്ലില്ല, കുട്ടി അത് തന്നെയാ. കുട്ടി അല്ലാതെ ഒരിതുമില്ല. കാര്യമില്ലല്ലോ. കാരണം ഒരു സ്ത്രീ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ അവര് പ്രസവിക്കുന്ന 10-ാം മാസം അല്ലെ 9-ാം മാസം. ഇത് 8-ാം മാസത്തെ പ്രസവം. ചില സ്ത്രീകളെ 8-ാം മാസം 7-ാം മാസത്തൊക്കെ പ്രസവിക്കാറുണ്ടല്ലോ. അതങ്ങനെ കണക്കൊക്കെ നോക്കാനൊക്കത്തില്ല. പ്രീമച്യൂർ ബേബീസ് ഒക്കെ ഉണ്ടാവുന്നില്ലേ? അങ്ങനെ ആ കണക്കൊന്നും നോക്കാൻ നോക്കില്ല. മൂത്തവൻ 7-ാം മാസത്തിലുള്ള ഇത്രയും ഉണ്ടായിരുന്നുണ്ടായപ്പോ അതിനെ ഇങ്ങനെ ആശുപത്രിയിലൊക്കെ വെച്ച് ചൂടൊക്കെ അടുപ്പിച്ച് അതിനെ ഒരുവിധം ആക്കിയെടുത്ത ഞങ്ങള്. ഓ, ജീൻസ് ആയിരിക്കും അവർക്ക് വളരെ ചെറുതെല്ലാം പ്രീമച്യൂർ ബേബീസ് ആയിരിക്കും. പുള്ളി വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൊച്ചെന്ന് പറഞ്ഞ നിങ്ങൾക്ക് അഭിമാനമല്ലേ? 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞത് ഒരാണിന് അഭിമാനമല്ലേ? അതെ, അഭിമാനം തന്നെയാണ്. എന്നാലും അത് എൻ്റെ കുട്ടിയത് അല്ലെന്നാണ്. സംശയം ഉണ്ടായിരുന്നു ഒരുമായിട്ട്? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വേറെ കാര്യങ്ങളിലൊക്കെ സംശയം ഉണ്ടായിരുന്നോ? വേറെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആശ്രമത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ വേറൊരാള് വീട്ടിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.